ഹലോ മക്കളെ, എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? അപ്പോൾ മക്കളിപ്പോൾ 2ാം ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ്സിലേക്ക് എത്തിയല്ലേ, പുതിയ ക്ലാസ്സിലേക്കൊക്കെ എത്തി, കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ മാത്സിൽ നമുക്ക് പ്രധാനമായിട്ടും 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്, പാർട്ട് 1, പാർട്ട് 2. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് 1 പഠിക്കണം. പാർട്ട് 1ലുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ലെറ്റ്സ് ഡ്രോ എന്നുള്ളതാണ്. സെക്കൻഡ് വൺ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. തേർഡ് വൺ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. ഫോർത്ത് വൺ ലെറ്റ്സ് ജോയിൻ ടുഗെദർ. ഫിഫ്ത്ത് വൺ ലെറ്റ്സ് മെഷർ. സിക്സ്ത് വൺ ആഡിങ് ആൻഡ് ആഡിങ് എഗെയിൻ. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സാണ് പാർട്ട് 1ലുള്ളത്. പിന്നെ പാർട്ട് 2 വേറെയും കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ദ ഐക്കൺ ബിലോ ഈസ് യൂസ്ഡ് ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക് ഫോർ കൺവീനിയൻസ്. ലെറ്റ്സ് ഡു പ്രോബ്ലംസ്. എന്താണ്? നമുക്ക് മാത്സ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യാനുള്ളത്? പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത് അല്ലേ. പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ലെറ്റ്സ് ഡ്രോ എന്നുള്ളതാണ്. നമുക്ക് വരക്കാം, ഡ്രോ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഒരുപാട് ഷേപ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ ഷേപ്സ് ആണുള്ളത്? നമുക്കറിയാം, സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, ഇതൊക്കെ നമുക്കറിയാവുന്ന ഷേപ്സ് ആണ്. അപ്പോൾ ആ ഷേപ്സ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. വെൽക്കം ഫെസ്റ്റ് ആണ് ആദ്യം ഉള്ളത്. വെൽക്കം ഫെസ്റ്റ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എന്താ ഉണ്ടാവും? അവിടെ വെൽക്കം ഫെസ്റ്റ് ഉണ്ടാവും അല്ലേ. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. അനുവും സുബിയും 3ാം ക്ലാസ്സിൽ, കൂട്ടുകാരെ പോലെ തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരാണ്. Their school is decorated for the welcome fest. അപ്പോൾ അവരുടെ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികളൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. കളർ ദ ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ പ്രിറ്റിയർ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫെസ്റ്റൂണിനൊക്കെ നമ്മൾ കളർ കൊടുക്കുക, എന്നിട്ട് നല്ല ഭംഗിയാക്കുക. ഇനി താഴെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്കും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺ. ഈ ഫെസ്റ്റൂണിലെ ഈ ഷേപ്സ് ഒക്കെ എണ്ണി എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ഏത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾസ് ആദ്യം ഒന്ന് എണ്ണി നോക്കാം. റെഡിയാണോ? എണ്ണാം. 1 2 3 4 5 6 7 8 9 10. ഇനിയുണ്ടോ കൂട്ടുകാരെ? എവിടെയെങ്കിലും മിസ്സായിട്ട് പോയിട്ടുണ്ടോ? കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ. യെസ്. അപ്പോൾ ഇത് എത്രയായി? ഇവിടെ കൂടെ ആകുമ്പോൾ 11 അപ്പോൾ എത്രയാണ് ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത്? 11. ഇവിടെ എഴുതി കൊടുക്കുക 11 അഥവാ 11 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? നമുക്ക് ട്രയാങ്കിൾ ആണ് നോക്കാനുള്ളത് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ നമുക്ക് എണ്ണി നോക്കാം. 1 സോറി, അറ്റത്തായതുകൊണ്ട് എണ്ണുമ്പോൾ നമുക്കത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അറ്റത്തുള്ളത് കൂട്ടുകാർ ശ്രദ്ധിച്ച് എണ്ണേണ്ടതാണ്. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32. ഓക്കെ, ഇനി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ 33 ആണ് ഉള്ളത്. അപ്പോൾ ട്രയാങ്കിൾ എത്രയാണ്? 33. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? സർക്കിളാണ് നോക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് സർക്കിൾ എണ്ണി നോക്കാം, എത്രയുണ്ടെന്ന് സർക്കിൾസ് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. എത്രയാണ്? 19 20 21. ഓക്കെ, അപ്പോൾ എത്രയാണുള്ളത്? 21. ഓക്കെ, അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഉള്ളത് 11 ആണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഉള്ളത് 33 ആണ്. സർക്കിൾ ഉള്ളത് 21 ആണ്. കൂട്ടുകാരും കറക്റ്റായിട്ട് എണ്ണി നോക്കുക. നല്ല ഭംഗിയായിട്ട് എന്തുകൂടെ കൊടുക്കുക? യെസ്, കളറും കൂടെ കൂട്ടുകാർ കൊടുത്തു നോക്കുക. ഓക്കെ,
Then let's move the next one. Greeting card. വിന്ദു ഈസ് എ ന്യൂ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ഇയർ. എന്താണ് വിന്ദു എന്ന് പറയുന്നത്? ആ ക്ലാസ്സിലെ, നിങ്ങളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ സുബിയുടെയും അനുവിൻ്റെയും ക്ലാസ്സിലെ പുതിയ കുട്ടിയാണ്. ദ അതേഴ്സ് വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ എന്ത് ചെയ്യണം? വിധുവിന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണം. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ്സ് പ്രിറ്റി. അപ്പോൾ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സുബിയും കൂട്ടുകാരും ചിത്രം വരച്ച് അതിന് ചുറ്റും ഡോട്ട്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്യുകയാണ്. ക്യാൻ യു ഹെൽപ്പ്? നമുക്ക് അവരെ സഹായിക്കാമോ? ദർ ഈസ് വൺ ഡോട്ട് ഇൻ ദ പിക്ചർ. ഇവിടെ എന്താണ് ഈ തന്നിട്ടുള്ള പിക്ചറിൽ വെൽക്കം വിധു എന്ന് പറഞ്ഞിട്ടൊരു പിക്ചറില്ലേ, ഒരു കാർഡില്ലേ, അതിൽ ഒരു ഡോട്ട് മാത്രമാണ് ഉള്ളത്. ഹൗ മെനി മോർ ഓഫ് ദ സെയിം സൈസ് ക്യാൻ യു ഫിക്സ് അറൗണ്ട് ഇറ്റ്? അപ്പോൾ അതിന് ചുറ്റും ഇതേപോലെ ഇതേ സൈസിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, എത്ര ഡോട്ട്സ് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഐ ഗസ്ഡ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം, എത്ര പറ്റും? ഏകദേശം ഒരു 6 ഒക്കെ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു 6 എന്ന് നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗസ് അവിടെ എഴുതാം. ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്? അപ്പോൾ നിങ്ങൾ ആക്ച്വലി എത്രയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതേ വലിപ്പത്തിൽ കുറച്ച് ഡോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്ത് നോക്കുക. എത്ര എണ്ണമാണോ ഫിക്സ് ചെയ്തത് അതവിടെ ഇവിടെ എഴുതുകയും ചെയ്യുക. ഓക്കെ, ദെൻ ക്യാൻ യു ഡ്രോ എന്നുള്ളതാണ് അടുത്തത്. സി ദ പിക്ചർ മെയ്ഡ് വിത്ത് സർക്കിൾസ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് എങ്ങനെയാണ്? സർക്കിൾസ് കൊണ്ട്, വൃത്തം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പിക്ചറാണ് അല്ലേ? ഹൗ ഡിഡ് യു ഡ്രോ ദ സർക്കിൾസ്? എനി അതർ വേ ടു ഡ്രോ സർക്കിൾസ്? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും സർക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിന് കളർ കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കളറൊക്കെ കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വരക്കാൻ പറ്റുമോ? നമുക്ക് ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ടീച്ചർ ഒരു സർക്കിൾ വരക്കുകയാണ്. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് അതിന് ഉള്ളിൽ ഒരു സർക്കിളും കൂടെ വരച്ചു. ഓക്കെ, ദെൻ ഇവിടെ 2 കുഞ്ഞു സർക്കിൾ വരച്ചു. നിങ്ങൾ പറയണം ഇത് എന്താണ് ഏകദേശം എന്നുള്ളത്. ദെൻ ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ വരച്ചു കൊടുത്തു, ഒരു മൗത്തൊക്കെ പോലെ. അതുപോലെ 2 കുഞ്ഞു ഐസ് വരച്ചു കൊടുത്തു. ഇവിടെ 2 വലിയ ചെവി വരച്ചു കൊടുത്തു. ഓക്കെ, ഇതെന്താണ്? ഇതെല്ലാം സർക്കിൾ കൊണ്ട് വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു പിക്ചർ, ഒരു ബിയറിൻ്റെ ഒരു ഫേസ് പോലെ നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെയുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കുക. ദെൻ അടുത്തത് നമുക്ക് ഷേപ്സ് ഇൻ എ ബോട്ട്. എന്താണ്? ഇവിടെ ഒരു ബോട്ടാണല്ലേ. വിധു ലേക്ക് ദ കാർഡ്. എന്താണ്? വിധുവിന് കാർഡൊക്കെ ഇഷ്ടമായി. ഈ ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവനക്ക് കാർഡൊക്കെ കിട്ടിയതല്ല, അപ്പോൾ അവന് ബോട്ട് ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണ്. അൺഫോൾഡ് ദ ബോട്ട്, വാട്ട് ഷേപ്സ് ഡു യു സീ? അപ്പോൾ ഇതെന്താണ്? ഇതാണ് ബോട്ട്, അത് അൺഫോൾഡ് ചെയ്ത പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഷേപ്പ് ഡു യു സീ? ഇവിടെ എന്തൊക്കെ ഷേപ്സ് ആണ് നിങ്ങൾ കാണുന്നത്? റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദിസ് ടേബിൾ. ഇതിൽ ഓരോന്നിൻ്റെ ഷേപ്സും എത്രയുണ്ടെന്ന് നമുക്കൊന്ന് എഴുതി നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബിഗ് റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ഇത് 1 ആയി, ഒരു ബിഗ് റെക്റ്റാങ്കിളായി. ഇനി അടുത്ത റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇത് ഒരു റെക്റ്റാങ്കിളായി, അപ്പോൾ 2 എണ്ണമായി. അടുത്തെന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇത് 3 ആയി. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരെണ്ണം, അപ്പോൾ 4 എണ്ണമായി. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 4 ആണ്. ഇത്ര തന്നെ റെക്റ്റാങ്കിൾ അതിൽ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ദെൻ ഇത് സെക്കൻഡ് വൺ. ഓക്കെ, ഇത് തേർഡ് വൺ. ഇനി തേർഡ് വണ്ണിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ട്, ഫോർത്ത്. ഇത് ഒരെണ്ണം, അപ്പോൾ എന്തായി? ഫിഫ്ത്ത്. ദെൻ ഇത് 6, ഇത് 7, ഇത് രണ്ടും കൂടെ എന്തായി? 8 ആയി. അതേപോലെ തന്നെ അടുത്ത ഒരെണ്ണമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്? ഇത്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു ട്രയാങ്കിള്. അപ്പോൾ 9 ആയി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് വരുന്നത്, അപ്പോൾ എത്രയായി? 10 ആയി. അപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി അനു അൺഫോൾഡ് ദ ബോട്ട് ആൻഡ് കട്ട് അലോങ് ദ ഫോൾഡ്സ്. അപ്പോൾ അനു എന്ത് ചെയ്തു? ഇതൊന്ന് ഫോൾഡ് ചെയ്തതൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സീ ഹൗ ഷീ പേസ്റ്റഡ് ദ ഷേപ്സ് ഇൻ ഹെർ നോട്ട്ബുക്ക്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അത് അവളുടെ നോട്ട്ബുക്കിൽ സ്റ്റിക്ക് ചെയ്തു. ലൈക്ക് ദിസ്, പേസ്റ്റ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്സ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിനെ മുറിക്കുക, അതിനെ കട്ട് ചെയ്യുക. കട്ട് ഇൻ ടു
2 pieces. അതിന് എന്ത് ചെയ്യണം? 2 പീസാക്കണം. ആസ് ഇൻ ദ പിക്ചർ, ഈ പിക്ചറിൽ കാണുന്ന പോലെ. ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ഷേപ്പിൽ നിങ്ങൾ വെച്ച് നോക്കുക. എന്നിട്ട് നൗ കട്ട് ഇൻ ടു 4 ആൻഡ് ട്രൈ. എന്നിട്ട് അതുപോലെ തന്നെ 4 ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതും നിങ്ങൾ ഒട്ടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പല രൂപങ്ങളും പല ഷേപ്സും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഷേപ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് വിത്ത് ഈർക്കിലി ബൈറ്റ്സ്. എന്താണ്? അനു ഫ്രണ്ട്സും കൂടെ ഈർക്കിലി എടുത്തിട്ട് അതിൽ നിന്നും റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈക്വലി ബൈറ്റ്സ് ഓഫ് ദ സെയിം ലെങ്ത് ടു മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾ. റൈറ്റ് ദ നമ്പർ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ 24 ഇത് ഈർക്കിലി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര ട്രയാങ്കിൾസും എത്ര റെക്റ്റാങ്കിളും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഈർക്കിലി വേണം? ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരെണ്ണം വെക്കണം അല്ലേ? ഇങ്ങനെ ഒരെണ്ണം വെക്കണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. അപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണം ആയി. അപ്പോൾ ഒരെണ്ണം 3 വെച്ചു. പിന്നെ അടുത്തത് വെക്കുമ്പോൾ 6 ആവും, പിന്നെ 9 ആവും, പിന്നെ 12 ആവും, പിന്നെ 15 ആവും, പിന്നെ 18 ആവും, പിന്നെ 21, പിന്നെ 24. ഇപ്പം എത്ര ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? 1 2 3 4 5 6 7 8 എണ്ണം. അപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം? 8 ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഇനി റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ 1 2 3 4 എണ്ണം വേണം അല്ലേ? അപ്പോൾ 4 എണ്ണം വെച്ചാലാണ് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം 4 എണ്ണം വെച്ചു. പിന്നെ അടുത്തത് വെക്കുമ്പോൾ 4ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 8 ആയി. പിന്നെ 8ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 12. 12ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴോ 12 കഴിഞ്ഞാൽ 16 ആവും അല്ലേ? 16 ആവും. പിന്നെ വെക്കുമ്പോൾ 20 ആവും. പിന്നെ വെക്കുമ്പോൾ 24 എണ്ണം ആകും. അപ്പോൾ എത്രയായി? 1 ഉണ്ടാക്കി, 2 3 4 5 6 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 6 റെക്റ്റാങ്കിളും 24 ഈർക്കിലി ബൈറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ ഹിയർ. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ വരക്കണം. ഓക്കെ, എങ്ങനെ റെക്റ്റാങ്കിൾ വരക്കാം? ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഒരു ട്രയാങ്കിൾ എങ്ങനെ വരച്ചു കൊടുക്കാം? ഇങ്ങനെ ഒരു ട്രയാങ്കിളും നിങ്ങൾക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വരക്കാം. ഇനി ഇവിടെ ഹൗ മെനി ഈർക്കിൾസ് ബൈറ്റ്സ് ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ എത്ര വേണം കൂട്ടുകാരെ? നമ്മൾ പറഞ്ഞു എത്ര വേണം? 1 2 3 4. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 4 എന്ന് എഴുതണം. ദെൻ ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 1 2 3 അല്ലേ? 3 ആണ് വേണ്ടത്. അപ്പോൾ അവിടെ 3 എന്ന് എഴുതി കൊടുക്കാം. Then pictures in titles. The ഗ്രാമപഞ്ചായത്ത് has made a smart classroom for the school. എന്താണ്? ഗ്രാമപഞ്ചായത്ത് സ്കൂളിൽ നല്ല ഒരു ക്ലാസ് റൂം ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുകയാണ്. ആൻഡ് ദ ഫ്ലോർ ഈസ് ടൈൽഡ്. ഒരു ഫ്ലോറൊക്കെ ടൈൽ ചെയ്തു. ഇസിൻറ്റ് നൈസ്? അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള പിക്ചേഴ്സ്. എങ്ങനെ ഭംഗിയുണ്ട് അല്ലേ? സീ ദ ടൈൽ ഡിസൈൻസ് ദ ചിൽഡ്രൻ ഹാവ് ഡ്രോൺ. അങ്ങനെ ഇത് കണ്ട് കുട്ടികൾ വരച്ചതാണ് താഴെ കൊടുത്തത്. അനു വിധു സുബി ഇവർ 3 പേരും വരച്ചതാണ് കൊടുത്തിട്ടുള്ളത്. മേക്ക് എ ടൈറ്റിൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒരു ഡിസൈൻ വരച്ചിട്ട് കളർ ചെയ്യുക. തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ജോയിൻ ദ ഡോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കൊന്ന് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചു നോക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദ ഡോട്ടഡ് ലൈൻ. ഇവിടെ നിങ്ങൾ ഈ ഡോട്ട് ചെയ്തിട്ടുള്ള ലൈന് വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഇതാക്കി നോക്കൂ. ഇത് വരക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിൾ ആണ്. ഇനി ഈ ഡോട്ട് വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? റെക്റ്റാങ്കിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ റെക്റ്റാങ്കിൾ എന്ന് എഴുതി കൊടുക്കാം. ഈ ഡോട്ട് വരക്കുമ്പോഴോ ഇതും കിട്ടുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, അവിടെ റെക്റ്റാങ്കിൾ എന്ന് എഴുതി കൊടുക്കാം. ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചേഴ്സ് ബിലോ ഇൻറ്റു 2 ട്രയാങ്കിൾസ്. ഫോർ വിച്ച് പിക്ചേഴ്സ് ക്യാൻ യു ഡു ദിസ്? അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ലൈന് വരച്ചുകൊണ്ട് അതിന് ട്രയാങ്കിൾ ആക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണ്, പറ്റാത്തത് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യണം. എയിൽ നോക്കൂ. എയിൽ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായി? ഇതൊരു ട്രയാങ്കിളായി, ഇതൊരു ട്രയാങ്കിളായി അല്ലേ? ഇനി ബി നോക്കൂ. ബീനെ നമ്മൾ ഇങ്ങനെ നെറുകെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ.
ഇനി സിയും നമുക്ക് അതേപോലെ വരച്ചുകൊണ്ട് 2 ട്രയാങ്കിൾ ഉണ്ടാക്കാം, 1 2. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയും വരച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെ വരക്കാം, പക്ഷേ അവിടെ എന്താണ് ട്രയാങ്കിൾ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഈ നമ്മൾ എങ്ങനെ വരച്ചാലും ഇതെന്താണ് സർക്കിളാണ്, ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ആക്കാൻ വേണ്ടി പറ്റില്ല. ടിക്ക് ദോസ് യു കാണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് പറ്റാത്തത്? ഡിയും ഇയുമാണ് പറ്റാത്തത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വാട്ട് കംസ് നെക്സ്റ്റ് എന്താണ്? ഡ്രോ വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ഈച്ച് പാറ്റേൺസ് ബിലോ. ഇവിടെ കുറച്ച് പാറ്റേൺസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നതിനെ നോക്കാം. ഇവിടെ എന്താണ്? ഇതിൻ്റെ ഇവിടെയാണ് ഒരു റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ട്രയാങ്കിൾ വന്നിട്ടുള്ളത്, ഇവിടെയാണ് ട്രയാങ്കിൾ വന്നത്. അപ്പോൾ അടുത്ത പിക്ചർ എങ്ങനെയായിരിക്കും? ആദ്യം റെക്റ്റാങ്കിൾ വരക്കുക, എന്നിട്ട് മുകളിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് അടുത്ത പിക്ചർ വരേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നെയാണ്, അതിലെന്താ വന്നിട്ടുള്ളത്? സർക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സർക്കിൾ വന്നു, ഇവിടെ വന്നു. ഇനി അടുത്തത് എവിടെ വരാം? അടുത്തത് നമുക്ക് ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കാവുന്നതാണ്. ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദീസ്? അപ്പോൾ ഇതേപോലെയുള്ള പാറ്റേൺസ് നിങ്ങളുടെ അടുത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരക്കുക. ഓക്കെ, ആ സർക്കിളിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ വരക്കാം. അടുത്ത സർക്കിൾ വരച്ചിട്ട് ഇവിടെ ഒരെണ്ണം വരക്കാം. ഇനി അടുത്ത സർക്കിൾ വരച്ചിട്ട് ഇവിടെ വരക്കാം. അടുത്ത സർക്കിൾ വരച്ചിട്ട് ഇവിടെയും വരക്കാം. അപ്പോൾ ഇതേപോലെയുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഷേപ്പ് അറൗണ്ട് അസ്. സീ ദ പിക്ചേഴ്സ്. ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്? ഇവിടെ എന്താണ്? ഒരുപാട് ഷേപ്സ് കൊണ്ടുള്ള ഒരു പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇതിൽ ഏതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കൂട്ടുകാരെ? ഇതെന്താണ്? ഇത് സർക്കിൾ ആണല്ലേ? അപ്പോൾ ഇവിടെ സർക്കിൾ എന്ന് എഴുതി കൊടുക്കുക. സർക്കിൾ ഉണ്ട്. ഇതെന്താണ്? ഇത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ട്രയാങ്കിൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതെന്താണ്? ഇത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ 3 ഷേപ്പാണ് ഈ ഒരു പിക്ചേഴ്സിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ? റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഇതേ ഷേപ്സിലുള്ള എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. റെക്റ്റാങ്കിളിലുള്ളത് എന്തൊക്കെയാണ് കൂട്ടുകാരെ കണ്ടിട്ടുള്ളത്? ബുക്സ് അല്ലേ? നമ്മുടെ ബുക്സ് എന്തിലാണ്? റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ബുക്സ് ഉള്ളത്. അതേപോലെ തന്നെ ക്ലാസ് റൂമിലെ ബോർഡ് ഏത് ഷേപ്പിലാണ്? റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. ഇനി അതേപോലെ തന്നെ ടേബിൾ, നമ്മുടെ ക്ലാസ്സിലൊക്കെയുള്ള ടേബിളും ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ബെഞ്ച് എന്തിലാണ്? റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. ഇനി ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഒന്ന് ഐസ്ക്രീം കോണ് ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതുപോലെ തന്നെ സമൂസ ഏത് ഷേപ്പിലാണ്? ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത്. ചീസ് ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ട്. ഇനി സർക്കിളിലുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ പ്ലേറ്റ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റ്. അതുപോലെ തന്നെ മൂണ്. പിന്നെ നമ്മുടെ ബാങ്കിൾ, കയ്യിലൊക്കെ ഇടുന്ന ബാങ്കിൾ ട്രയാങ്കിൾ സർക്കിൾ ഷേപ്പിലാണുള്ളത്. ദെൻ കയ്യിലിടുന്ന റിങ്ങും സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ വുഡൻ ഷേപ്സ് ആണുള്ളത്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. അവർ മരത്തിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഷേപ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് ഗെയിംസ് ഹു മേഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്. അപ്പോൾ ആരാണോ ഏറ്റവും ഉയരത്തിലുണ്ടാക്കിയത് അവരുടെ കൂടെ നമുക്കും കളിക്കാവുന്നതാണ്. Then write the names of some objects shaped like a rectangular blocks and a balls. അപ്പോൾ റെക്റ്റാങ്കുലർ ബ്ലോക്സിലും ബോളിലുമുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റെക്റ്റാങ്കുലർ ബ്ലോക്സിലുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് ബ്രിക്സ് അല്ലേ? ബ്രിക്സ് റെക്റ്റാങ്കിളിലാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾ പാമ്പും കോലൊക്കെ കഴിക്കുന്ന ഡൈസ് എന്തിലാണ്? ഇതിലാണ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ മൊബൈൽ ഫോണും ഉള്ളത് ഇതേ ഒരു ഷേപ്പിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ 3 സാധനങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. ഇനി ബോൾസിലുള്ളത് ഏതൊക്കെയാണ്? ബോൾസിലുള്ളത് ഒന്ന് ബോൾ അല്ലേ? നമ്മൾ കളിക്കുന്ന ബോള്. അതേപോലെ തന്നെ ഫുട്ബോള്, ബൾബ്, ഇതൊക്കെ ബോൾ ഷേപ്പിലാണുള്ളത്. ബൾബ് BULB. ഓക്കെ,
ദെൻ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് അടുത്ത ഒരു ആക്ടിവിറ്റി. വിധു മേഡ് എ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ടേബിൾ ക്ലോത്ത് ഫോർ ദ വർക്ക് എക്സ്പീരിയൻസ് കോണ്ടെക്സ്റ്റ്. ഈ യൂസ്ഡ് ഒക്ര, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഒനിയൻ ടു മേക്ക് ഇറ്റ്. എന്താണ്? വെണ്ടക്ക, അതുപോലെ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻസ്? അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു പ്രിൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓൺ പേജ് നമ്പർ 7. വിച്ച് പിക്ചേഴ്സ് ഡു യു ലൈക്ക് ദ മോസ്റ്റ്? അപ്പോൾ പേജ് നമ്പർ 7 പോയി നോക്കുക. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന അവിടെ അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഷേപ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? ആ പിക്ചറിലുള്ള ഷേപ്സ് ഏതൊക്കെയാണ്? സർക്കിള്, അതേപോലെ തന്നെ റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, ഇത് മൂന്നുമാണ് അവിടെ ഉള്ളത്. ട്രയാങ്കിള്. ഓക്കെ. ദെൻ മേക്ക് വൺ സച്ച് ഇൻ ദ സാൻഡ് ട്രൈ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്? ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ട്രയാങ്കിൾസും സർക്കിൾസും റെക്റ്റാങ്കിളൊക്കെ ഉപയോഗിച്ച് നല്ല പിക്ചേഴ്സ് ഇവിടെ വരക്കാനാണ് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ നോക്കി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വരക്കുക. ഓക്കെ. കളർ ദ പിക്ചർ ബിലോ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. അപ്പോൾ താഴെയുള്ള ഈ പിക്ചർ നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. വളരെ സിമ്പിളായിട്ടുള്ള വളരെ രസകരമുള്ള ഒരു പാഠഭാഗമായിരുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മക്കൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ടൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് പഠിക്കുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അത് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം, ഉടൻ തന്നെ നോക്കാം. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക്